ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡാറ്റ എന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ഫുൾ ഡാറ്റിനെ പറ്റിയാണ് ഫുള്ളും പറയുന്നത്. എന്താണ് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സയൻസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഫസ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഡാറ്റ എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡാറ്റ എന്ന് വെച്ചാൽ അത് നമ്പേഴ്സ് ആവാം, ഫാക്ട്സ് ആവാം, ഒബ്സർവേഷൻസ് ആവാം, അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഗ്രാഫ്സോ ക്വാണ്ടിറ്റീസോ ഏതൊരു ഇൻഫർമേഷനെയും നമുക്ക് ഡാറ്റ എന്ന് പറയാം. ഡാറ്റയാണ് ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീൻ്റെയും ഫണ്ടമെൻ്റൽ ബേസിസ് എന്ന് പറയുന്നത്. ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു വാലിഡ് കൺക്ലൂഷനിൽ എത്തുന്നത്. മെയിൻലി ഡാറ്റനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും മറ്റേത് ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ്, നമ്പേഴ്സ് ഉള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ നമുക്ക് കണ്ടിന്യൂസ് ഡാറ്റ എന്നും ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നും പറയാം. അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്നാക്കിയിട്ട് പറയാൻ പറ്റും. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് സക്സസീവ് ബ്രേക്കിൽ ഉണ്ടാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ 1, 2, 3 അങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ബ്രേക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്കതിന് ഒരു എക്സാമ്പിളായിട്ട് എന്ത് പറയാം, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ്, അങ്ങനെയുള്ള ഓരോന്ന് പെർട്ടിക്കുലർ നമ്പേഴ്സ് ആയിരിക്കുമല്ലോ, അതിനാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിലുള്ള ന്യൂമറിക്കൽ വാല്യൂസാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 0 to 10, 10 to 11, അങ്ങനെ 10 to 15 അങ്ങനെ നമ്മൾ എഴുതൂലേ. ഫോർ എക്സാമ്പിൾ 0 to 10, 10 to 15, 15 to 20 ഒക്കെ നമ്മൾ ആ ബേസിൽ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മാർക്സ് എഴുതൂലേ, അതേപോലെ എഴുതുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് അല്ല, അതിൻ്റെ പ്രസൻസിൽ നിന്നാണ് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക. ഫോർ എക്സാമ്പിൾ കളർ അല്ലെങ്കിൽ ജെൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സോഴ്സസ് ഓഫ് ഡാറ്റ നോക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആവാം, ഫാക്ട്സ് ആവാം, ന്യൂമറിക്കൽസ് ആവാം, ഗ്രാഫ്സ് ആവാം, എന്തും ആവാം. അതും പോരാത്തതിന് ഡാറ്റാസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഫോമിലുണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡാറ്റ എവിടെ നിന്നാണ് കിട്ടാൻ. സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണ്? ഡാറ്റൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് പ്രൈമറി ഡാറ്റ, രണ്ടാമത്തെ സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയാം. സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ വേറെ ആൾക്കാർ റെക്കോർഡ് ചെയ്തത് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ക്വസ്റ്റ്യനെയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ ഏതെങ്കിലും ആൾക്കാർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട്സൊക്കെ ആണ് സെക്കൻഡറി ഡാറ്റയിൽ വരുന്നത്. നമുക്ക് നോക്കാം. പ്രൈമറി ഡാറ്റേൻ്റെ അണ്ടറിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വരും, സർവേസ് വരും, പോൾസ് വരും, ഇൻ്റർവ്യൂസ് വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. സെക്കൻഡറി ഡാറ്റ ആകുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, സെയിൽസ് റിപ്പോർട്ട്സ്, ഗവൺമെൻറ് റിപ്പോർട്ട്സ്, അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് വരും. ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റൻ്റെയും സെക്കൻഡറി ഡാറ്റൻ്റെയും ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ലോക്കൽ സോഴ്സസ് ഓർ കറസ്പോണ്ടൻസ്, പിന്നെ ക്വസ്റ്റ്യനെയേഴ്സ്, ലാസ്റ്റ് വൺ ഷെഡ്യൂൾസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതാണ്. എന്ന് വെച്ചാൽ ഗ്രേറ്റർ അക്യുറസി ആയിരിക്കും, കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ടാവും, ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് പോകുന്നത്.
പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഇൻവെസ്റ്റിഗേറ്റർ എല്ലാ പേഴ്സൺസിനും പോയി കണ്ടിട്ട് വേണം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പിന്നെ അത്ര അങ്ങോട്ട് സ്യൂട്ടബിൾ ആയിരിക്കില്ല. വൈഡ് സ്കോപ്പ് ഇല്ലാത്തതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര സ്മോൾ ആകുമ്പോൾ, അല്ലെങ്കിൽ ഗ്രേറ്റ് അക്യുറസി ആവശ്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒറിജിനൽ ഡാറ്റ തന്നെ വേണം എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂസ് ആണ്. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഫോർമൻറ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത കേസിൽ ആ ഡാറ്റിനെ പറ്റി അറിയുന്ന ഒരാളടുത്ത് നിന്നും നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, വിറ്റ്നസ്സിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഏറ്റവും സ്യൂട്ടബിൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആവുന്ന കേസിലാണ്. പിന്നെ ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്കണോമിക്കലായിരിക്കും, പിന്നെ നല്ലൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറയാൻ ലെസ് എക്യുറസി ആയിരിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് അല്ലല്ലോ ഡാറ്റ കളക്ട് ചെയ്യുക, ഇൻഡയറക്റ്റ് അല്ലേ, അപ്പോൾ ലെസ് എക്യുറസി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വിറ്റ്നസിൻ്റെ കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഇതിനെ നല്ലോണം എഫക്റ്റ് ചെയ്യും, നമ്മളെ ഇൻവെസ്റ്റിഗേഷനെ നല്ലോണം എഫക്റ്റ് ചെയ്യും. പിന്നെ അത്ര അങ്ങോട്ട് യൂണിഫോമിറ്റി ഉണ്ടാവില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ലല്ലോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് നോക്കാം. മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്ത് അയക്കുന്നതാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എക്കണോമിക്കലാണ്, കുറച്ചും കൂടി ഒറിജിനാലിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ അയച്ച വ്യക്തികൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് കുഴപ്പങ്ങൾ വരും. നമ്മളെ ഡാറ്റയിൽ കുറച്ച് എക്യുറസി കുറയും, റിലയബിലിറ്റിയും കുറയും. കാരണം നമ്മൾ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ റിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മൂഡ് അനുസരിച്ചിട്ടിരിക്കും ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മെയിലിന് റിപ്ലൈ തരാം. അപ്പോൾ അവിടെ ലാക്ക് ഓഫ് എക്യുറസി ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ മെത്തേഡ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര വൈഡ് ആവുന്ന കേസിലാണ്. പിന്നെ ഇൻഫോർമൻസ് ഒക്കെ നമുക്ക് ആരിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, അവരൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡും ഡാറ്റൻ്റെ കാര്യങ്ങളും എല്ലാം പറ്റി നല്ലോണം അറിയുന്ന ആൾക്കാരുമാണെങ്കിലാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂൾസ് ആണ്. ഈ ഷെഡ്യൂൾസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ്. മെയിൽഡ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൽഡ് ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ മെയിൽ അയക്കുകയാണ് ചെയ്യുക. ഷെഡ്യൂൾസ് ആകുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ് റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് പോവുക, അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുക, മാർക്ക് ചെയ്യുന്നതൊക്കെ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും. ഇതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. കുറച്ചും കൂടി എക്യുറസിയും റിലയബിലിറ്റി ഒക്കെ ഉണ്ടാകും, കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അഥവാ റെസ്പോണ്ടൻറ്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ആയിരിക്കും ഇൻഫർമേഷനൊക്കെ. പിന്നെ മെയിൻ ഡീമെറിറ്റ്സ് വരുന്നത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഡയറക്റ്റായിട്ട് പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് സിമ്പിളല്ല. പിന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്യൽ ഒഫീഷ്യലും സെമി ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ലാസ്റ്റ് വൺ ഇൻഫർമേഷൻ ത്രൂ കറസ്പോണ്ടൻസ് പറഞ്ഞ മെത്തേഡാണ്. ഇൻഫർമേഷൻ ത്രൂ കറസ്പോണ്ടൻസ് ഈ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റായിട്ടല്ല ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഫ്യൂ പേഴ്സൺസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നിയമിക്കും, എന്നിട്ട് അവരാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അവർ പറയുന്ന പേരാണ് കറസ്പോണ്ടൻസ് എന്നുള്ളത്. ഇത് ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാർജ് ആവുന്ന കേസിലാണ് നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ജനറലി ഈ മെത്തേഡ് എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാർ വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ബ്രോഡ്കാസ്റ്റ് ഏജൻസീസ്, ഗവൺമെൻറ് ഏജൻസീസ് ഒക്കെയാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡിൻ്റെ മെയിൻ മെറിറ്റ്സ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ ആകുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. കുറച്ചും കൂടി എക്കണോമിക്കലാണ്, റെഗുലാരിറ്റി ഉണ്ടാകും. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്യുറസി ആയിരിക്കും, ഒറിജിനാലിറ്റിയും യൂണിഫോമിറ്റി എല്ലാ കാര്യങ്ങളും ലാക്ക് ചെയ്യും ഈ ഒരു മെത്തേഡിൽ. ഏറ്റവും ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് ഗവൺമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്.
ഗവൺമെൻറ് പ്രൈസിനെ പറ്റി പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെത്തേഡാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കളക്ഷൻ ഓഫ് ഡാറ്റനെ പറ്റിയിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ പ്രസൻസിൽ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതിലാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾസ്, ഇൻഫർമേഷൻ ത്രൂ കറസ്പോണ്ടൻസ്, പിന്നെ ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡറി ഡാറ്റയെ പറ്റി ഡിസ്കസ് ചെയ്യും.